ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ചലഞ്ചാണ്. ഈ ചലഞ്ച് വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ ട്രൂ ഓർ ലൈ. അതെ, ട്രൂ ഓർ ലൈ എന്ന് പറയുന്ന ചലഞ്ചാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. കുറേ പേര് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. പിന്നെ ഇത് ലക്കി മോള്, ഇതെൻ്റെ ചേച്ചിയുടെ മോളാണ്. പിന്നെ ഇത് അനുമോള്, ഇതെൻ്റെ ചേട്ടൻ്റെ മോളാണ്. അപ്പോൾ ഇവരുമായിട്ടാണ് നമ്മളിന്ന് ചലഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആര് ജയിക്കുമെന്ന് കണ്ടു പറയാം. ലക്കിയുടെ ശരിക്കുള്ള പേര് ആദിത്യ എന്നാണ്. ആദിത്യക്ക് യൂട്യൂബ് ചാനലുണ്ട്, @ആദിത്യ എന്നാണ് യൂട്യൂബ് ചാനലിന്റെ പേര്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇന്നത്തെ ചലഞ്ച് ട്രൂത്ത് ഓർ ലൈ. അതിന്റെ എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മൾ 3 കാര്യങ്ങൾ പറയും, 3 സ്റ്റേറ്റ്മെന്റ് പറയും. ഒരെണ്ണം കള്ളത്തരവും 2 ശരിയായിരിക്കും. അപ്പൊ അതിനകത്തുനിന്ന് തെറ്റായത് ഏതാന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ആ ലൈ ഏതാന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പൊ അവർക്ക് മാർക്ക് കിട്ടും. അപ്പൊ നമ്മളിന്ന് തുടങ്ങാൻ പോവുകയാണ്. ഫസ്റ്റ് അനു ആണ് ചോദിക്കാൻ പോകുന്നത്. അതാണ് എന്റെ ക്വസ്റ്റ്യൻസ്. കണ്ടല്ലോ, 5 ക്വസ്റ്റ്യൻ ഉണ്ട്. 5 ക്വസ്റ്റ്യൻ വീതമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ കമ്മിറ്റഡ് ആണ്. ഞാൻ കമ്മിറ്റഡ് അല്ല. എനിക്ക് ലവിനോട് താല്പര്യമില്ല. അപ്പൊ ഇതിൽ 2 ശരിയും 1 കള്ളത്തരമാണ്. അത് കള്ളത്തരാണെന്ന് കണ്ടുപിടിക്കാം. ഞാൻ കമ്മിറ്റഡ് ആണ്. ഇത് എന്തോ ആയാലും ഇത് നല്ല വഴക്ക് കിട്ടുന്നതാണ്. ഇത് എനിക്ക് പറയാനുള്ളത്. ഇതില് മിസ്റ്റേക്കോ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ ഉത്തരവാദിയല്ല. ഞാൻ ജസ്റ്റ് ഒരു ചലഞ്ചിന് വേണ്ടിയാണ്. പറ, കമ്മിറ്റഡ് ആണ്. ഞാൻ കമ്മിറ്റഡ് അല്ല. എനിക്ക് ലവിനോട് താല്പര്യമില്ല. 3 വേണം. 3 ഞാൻ കമ്മിറ്റഡ് അല്ല. ബി, ഞാൻ കമ്മിറ്റഡ് അല്ല. സി, ഞാൻ ലവിനോട് താല്പര്യമില്ല. എനിക്ക് ലവിനോട് താല്പര്യമില്ല. ഞാൻ ബി ആണ്. സോറി. ആൻസർ ഓപ്ഷൻ എ ആണ്. കള്ളത്തരം പറഞ്ഞു. അയ്യോ, ഞാൻ ശരിയാ കണ്ടുപിടിച്ചത്. അപ്പൊ ലക്കിക്ക് ഒരു പോയിന്റ്. ഞാൻ എന്തൊരു മണ്ണത്തരാണ് കാണിച്ചത്. അപ്പൊ ലക്കിക്ക് ഒരു പോയിന്റ് കിട്ടി. എന്റെ കള്ളത്തരം എന്ന് പറയുന്നത് ഞാൻ കമ്മിറ്റഡ് ആണ്. എനിക്ക് ലവിനോടൊന്നും താല്പര്യമില്ല. ഇല്ല, എനിക്ക് താല്പര്യമില്ല. ഇവളെ ഇത് അറിഞ്ഞോണ്ട് ചെയ്യുന്നതാണെന്നായിരിക്കും സംശയം. അല്ല, സ്ഥലത്ത് പോയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഞാൻ അടുത്ത ചേച്ചി അത് കറക്റ്റ് ആക്കുകയാണ്. അതല്ല, ഞാനാണെങ്കിൽ പെട്ടെന്നേ എന്റെ മൈൻഡിൽ പെട്ടെന്ന് വന്നത് ശരി കണ്ടുപിടിക്കണമെന്നാ. അപ്പൊ ഞാൻ അങ്ങനെ അതായിപ്പോയി. ഞാൻ പറയട്ടെ, എനിക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല. ഞാൻ പറയട്ടെ. എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ, അത് കള്ളത്തരമാണെന്ന് എനിക്ക് ഡൗട്ട്. ഞാൻ പറയട്ടെ, ഞാൻ ചെറുപ്പത്തിൽ ഫിഷ് ടാങ്കിൽ കൈയിട്ട് മീനെ തൊട്ടിട്ടുണ്ട്. 1. സ്കൂളിൽ ഡാൻസ് പ്രാക്ടീസിൽ സ്റ്റെപ്പ് തെറ്റിപ്പോയോണ്ട് ഡാൻസ് ടീച്ചർ എന്നെ അടിച്ചിട്ടുണ്ട്. 3ാമത്തേത്, ടെസ്റ്റ് പേപ്പറിന് മാർക്ക് കുറഞ്ഞത് കൊണ്ട് എന്നെ പ്രിൻസിപ്പാളിന്റെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഒന്നുകൂടെ പറഞ്ഞേ ലക്കി. 1, ഞാൻ ചെറുപ്പത്തിൽ ഫിഷ് ടാങ്കിന്റെ കൈയിട്ട് മീനെ തൊട്ടിട്ടുണ്ട്. 2, സ്കൂളിൽ ഡാൻസ് പ്രാക്ടീസിന് സ്റ്റെപ്പ് തെറ്റിപ്പോയിട്ട് ഡാൻസ് ടീച്ചർ എന്നെ അടിച്ചിട്ടുണ്ട്. 3, ടെസ്റ്റ് പേപ്പറിന് മാർക്ക് കുറഞ്ഞത് കൊണ്ട് എന്നെ പ്രിൻസിപ്പലിന്റെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഞാനും എഴുതി. നിങ്ങൾ പറഞ്ഞോ. ഓപ്ഷൻ സി അല്ല, 2 ആയിരുന്നു. ടീച്ചർ അടിച്ചിട്ടില്ലേ നിന്റെ? എന്നെ പ്രിൻസിപ്പലിന്റെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. എന്നെ മാത്രമല്ല, കുറെ പിള്ളേര്. അതെന്തോ ലക്കിയുടെ നല്ല ക്വസ്റ്റ്യൻ. എന്റെ ഒരുമാതിരി പല്ല ക്വസ്റ്റ്യൻ. ആർക്കും പോയില്ല. അപ്പൊ ലക്കിക്ക് പോയില്ലേ? 2 പേരും പറയാണ്ട് ലക്കിക്ക് പോയില്ലേ? ലക്കി ഇപ്പൊ സ്കോർ ചെയ്ത ലക്കിക്ക് ഇപ്പൊ 2 മാർക്ക്. ഞാനല്ലേ പറയേണ്ടത്. എനിക്ക് ബെസ്റ്റ് സ്റ്റുഡന്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഒരു ക്ലാസ്സില് ഒരു സ്കൂളിൽ പഠിച്ചപ്പോ എനിക്ക് ബെസ്റ്റ് സ്റ്റുഡന്റിന്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് എ. സെക്കൻഡ്, എനിക്ക് സസ്പെൻഷൻ കിട്ടിയിട്ടുണ്ട്. സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ നിന്ന് പുറത്താക്കത്തില്ലേ? സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ കോളേജിൽ നിന്ന് എനിക്ക് സസ്പെൻഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ കോളേജിലെ 3ാമത്തെ പഠിപ്പ് ഞാനാ. 1 അല്ല 2 അല്ല, കോളേജിലെ 3ാമത്തെ പഠിപ്പ് ഞാനാണ്. അതാണ് എ, ബി, സി. എഴുതിയോ? 2 പേരും എഴുതിയോ? ഏതാ എഴുതി? ഓപ്ഷൻ ബി. ഞാൻ ബി. നീ ബി എന്തോ എഴുതിയേക്കുന്നത്?
മറ്റേ സസ്പെൻഷൻ കിട്ടിയിട്ടുണ്ട്. അത് നാളെയാണ്. നീയോ? ഞാൻ സി സി എന്തുവാ? പഠിപ്പിസ്റ്റ്, മൂന്നാമത്തെ പഠിപ്പിസ്റ്റ് ചേച്ചി. ലക്കിക്കാൻ പോയി. എനിക്ക് സസ്പെൻഷനും കിട്ടിയിട്ടുണ്ട്, എനിക്ക് ബെസ്റ്റ് സ്റ്റുഡന്റിന്റെ അവാർഡും കിട്ടിയിട്ടുണ്ട്. ലക്കിയാണ് സ്കോർ ചെയ്ത് ഇപ്പൊ നിൽക്കുന്നത്. ഓ ലക്കി ഇപ്പൊ 3 മാർക്കായി. ലക്കി എനിക്കൊരു പോയിട്ട് കിട്ടുന്നില്ല, അടുത്ത് ഞാൻ അല്ലേ. എനിക്ക് ഇതുവരെ പോയിട്ടൊന്നും കിട്ടിയില്ല. ഞാൻ സ്കൂളിൽ അടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് സ്റ്റേജ് പെർഫോം ചെയ്തപ്പോൾ ഡയലോഗ് ഒക്കെ മറന്നു പോയിട്ടുണ്ട്. എനിക്ക് സ്കൂൾ ഹാൻഡ് റൈറ്റിങ്ങിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. എഴുതി എന്താ പറയാം. ഓപ്ഷൻ എ, ഞാൻ സ്കൂളിൽ അടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഓപ്ഷൻ ബി, ഞാൻ ഒറ്റയ്ക്ക് സ്റ്റേജ് പെർഫോം ചെയ്തപ്പോൾ ഡയലോഗ് മറന്നു പോയിട്ടുണ്ട്. ഓപ്ഷൻ സി, എനിക്ക് സ്കൂളിൽ ഹാൻഡ് റൈറ്റിങ്ങിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഞാനും എഴുതി. പക്ഷെ എനിക്ക് ഡൗട്ട് ഉണ്ട്, എനിക്ക് മാർക്ക് കിട്ടാൻ ചാൻസ് കുറവാണ്. ഞാൻ പറയട്ടെ, ഞാൻ ബി എഴുതിയത്. ഞാൻ സി എഴുതി. തെറ്റ. ഓപ്ഷൻ എ, എന്തുവാ? ഞാൻ സ്കൂളിൽ അടി ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ല, അടി ഉണ്ടാക്കിയിട്ടുണ്ട്. സ്കൂളില്, ക്ലാസ്സിലല്ല. സ്കൂളെന്ന് പറയുമ്പോ ക്ലാസ് അല്ലേ? മോണാക്ട് എങ്ങാണ്ട് മറന്നു മറന്നു പോയിട്ടുണ്ട്. നിനക്ക് മാർക്ക് തെറ്റി, ഞങ്ങൾക്ക് 2 പേർക്കൊപ്പം മാർക്ക്. നീ മറന്നു വിട്ടു. അന്ന് അബി പറഞ്ഞു ഇതുപോലെ അവള് സ്റ്റേജില് മറന്നുപോയി. സത്യം അതാ, കള്ളത്തര കണ്ടുപിടിക്കണ്ടേ. എടി കള്ളത്തര അല്ല, നീ സ്കൂളിൽ വെച്ച് അടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇല്ല. എടി സ്കൂൾ എവിടാ? ക്ലാസ് എവിടാ? ക്ലാസ് സ്കൂളിൽ അടി ഉണ്ടാക്കിയിട്ടില്ല. സ്കൂളെന്ന് അങ്ങനല്ലോ. ഞാൻ ഇത് വഴക്കാവും, ഞാൻ പറയട്ടെ. സ്കൂളെന്ന് ക്ലാസ് എവിടെയാ? സ്കൂളില്. അല്ലെങ്കിൽ പിന്നെ നീ ഇങ്ങനെ പറയണമായിരുന്നു, ക്ലാസ്സിലല്ല, ക്ലാസ്സിനകത്തുള്ള പിള്ളേരുടെ വെളിയില്. അപ്പൊ നിനക്ക് മാർക്കില്ല. എനിക്ക് ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ സ്കൂളിൽ അടി ഉണ്ടാക്കിയിട്ടില്ല. അത് കള്ളത്തരവാ. ക്ലാസ്സിൽ അടി ഉണ്ടാക്കിയിട്ടുണ്ട്. ആരോട്? നീയോ അലീനയോ ആരാണ്ടൊക്കെ ഇല്ലേ? നമ്മളോട് പറഞ്ഞിട്ടില്ലേ? അടി ഉണ്ടാക്കിയിട്ടില്ല. തല്ല് കേസൊന്നും ഇല്ല. ഇതിപ്പോ പ്രവീണിന്റെ കോപ്പി അടിച്ചിട്ട് ഇത് ഞാൻ എന്റെ കയ്യിൽ ഇട്ടതാ. എനിക്ക് കുഴപ്പമില്ല വിട്ടിരിക്കുന്നു. പക്ഷെ ഇവിടെ അടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കട്ടേ ഇല്ല, കട്ടല്ല. ഇത് ഞാൻ കട്ടാക്കത്തില്ല. ഞാനാ കട്ടാക്കി. ഇല്ലെങ്കിൽ അതിന്റെ ക്ലാസ്സില് അല്ലെങ്കിൽ സ്കൂളിലെ പിള്ളേര് കാണുവാണ്. ഞാൻ ടെസ്റ്റ് പേപ്പർ വീട്ടിൽ കാണിക്കില്ല. 1, ഞാൻ ഫുഡ് വേസ്റ്റ് ആക്കും. 2, തറയിൽ പെയിന്റ് വീണപ്പോൾ ആരും കാണാതെ അത് തുടച്ചു. ഞാൻ ടെസ്റ്റ് പേപ്പർ വീട്ടിൽ കാണിക്കും. ഫുഡ് എന്തായാലും വേസ്റ്റ് ആക്കാറുണ്ട്. ഞാൻ ഫുഡ് വേസ്റ്റ് ആക്കും. തറയിൽ പെയിന്റ് വീണപ്പോൾ ആരും കാണാതെ അത് തുടച്ചു. എഴുതി. ഏതാ? ഓപ്ഷൻ സി. അവൾ ഇതുവരെ ക്വസ്റ്റ്യൻ പേപ്പർ മറച്ചു വെച്ചിട്ടുണ്ടായിരിക്കത്തില്ല. ലക്കി നല്ല കുട്ടിയാണ്, എനിക്കറിയാം. എനിക്ക് അവർക്ക് ഞാൻ എന്ത് ചെയ്യ ഓർക്കുന്നല്ലോ. ശരിയായ ഓർക്കുന്നു. ഞാൻ വീർപ്പ് കൂട്ടിയിരിക്കുകയാണ്. അടി ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. അടി ആരോട് മേടിച്ച് ഇങ്ങനെ ഉപദ്രവിച്ചിട്ടൊന്നും പറയണം. അങ്ങനെ പറയണം. അടിന്ന് ഉദ്ദേശിക്കുമ്പോ അടി ഇങ്ങനത്തെ അടിയല്ലേ ചേച്ചി. വഴക്കെന്ന് പറയാൻ മറ്റേ വായം കൊണ്ട് പറഞ്ഞ അടി എന്ന് പറയുമ്പോ ഈ അടിയല്ലയോ. കൊറേ അടിക്കുന്നു. ഒന്നാമത്തത്, ഞാൻ സൈക്കിൾ ഓടിച്ച് വീണ് എന്റെ കാല് പൊട്ടിയിട്ടുണ്ട്. ഞാൻ സൈക്കിളിൽ നിന്ന് വീണ് കാല് പൊട്ടിയിട്ടുണ്ട്. ഞാൻ ഗ്രൂപ്പ് സോങ് പാടി ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരു ഗ്രൂപ്പ് സോങ് പാടിയിട്ട് അത് വന്ദേ ഭാരത് അത് പാടിയിട്ട് എനിക്ക് ഫസ്റ്റ് ഗ്രൂപ്പ് സോങ് ആയിരുന്നു, ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു ബസ്സില് പേഴ്സ് മറന്നു വെച്ചിട്ട് അവരെന്നെ അതിൽ നിന്നുള്ള നമ്പറിൽ നിന്ന് വിളിച്ചിട്ട് എനിക്കത് തിരിച്ചവർ തന്നിട്ടുണ്ട്. ഇത് 3 എണ്ണമാണ്. ഒന്ന് കള്ളത്തര. ഇതിന് കള്ളത്തര ഏതാന്ന് കണ്ടുപിടിക്കണം. എഴുതിയോ? ഒന്നോട് പറയണോ? അങ്ങോട്ട് പറ. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ഞാൻ സൈക്കിളിൽ നിന്ന് വീണ് കാല് പൊട്ടിയിട്ടുണ്ട്. രണ്ടാമത്തേന്ന് പറഞ്ഞാല് ഞാൻ ഗ്രൂപ്പ് സോങ് പാടിയിട്ട് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. മൂന്നാമത്തെ എന്തുവായിരുന്നു, ഞാൻ പേഴ്സ് മറന്നു വെച്ചിട്ടുണ്ട്. ഒരു ബസ്സിൽ ഞാൻ പേഴ്സ് മറന്നു വെച്ചിട്ട് അവർ തന്നെ അത് വിളിച്ച് എനിക്ക് തന്നിട്ടുണ്ട്. പറയട്ടെ? പറയുവാണ് നിങ്ങള്. ഓപ്ഷൻ എനിക്ക് 2 പേരുടെയും തെറ്റാ. ഞാൻ പേഴ്സ് മറന്നു വെച്ചിട്ടുണ്ട്.
ഞാൻ പേഴ്സ് മറന്ന് വെച്ചിട്ട് ഞാനും അമ്മവും കൂടെ പത്തനാപുരത്ത് പോയപ്പോൾ ഞങ്ങൾ പേഴ്സ് മറന്ന് ബസ്സിൽ വെച്ചിട്ട് അതിനകത്ത് ലിജി ചേച്ചിയുടെ നമ്പർ ഉണ്ടായിരുന്നു. അത് കണ്ടിട്ട് ആ ബസ്സുകാർ ചേച്ചിനെ വിളിച്ച് ആ പേഴ്സ് തിരിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് കള്ള ഇതിനകത്ത് കള്ള എന്ന് പറഞ്ഞാൽ സൈക്കിൾ ഓടിച്ച് ഞാൻ വീണ് കാല് പൊട്ടിയിട്ടുണ്ട്. എനിക്ക് സൈക്കിൾ ഓടിക്കാനേ അറിയത്തില്ല. സൈക്കിൾ ഓടിക്കാൻ അറിയത്തില്ല. സൈക്കിൾ ഓടിച്ചപ്പോ ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം. ഞാൻ സൈക്കിൾ ഓടിച്ച് വീണ് കാല് പൊട്ടിയിട്ടുണ്ട്. ഞാൻ സൈക്കിൾ ഇന്നേ വരെ ഓടിച്ചിട്ടേ ഇല്ല. അപ്പൊ എനിക്കാണ് പോയിന്റ്. അത് കൊള്ളായിരുന്നു അല്ലേ? നിന്റെ ആൻസർ പറഞ്ഞില്ലേ? ഞാൻ എക്സാം ഹാളിൽ കോപ്പി അടിച്ചിട്ടുണ്ട്. അതെന്തായാലും കളിച്ചിട്ടുണ്ട്. ഞാൻ പണ്ട് ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഫ്രണ്ട്സിന്റെ സാധനങ്ങൾ അടിച്ചു മാറ്റാറുണ്ട്. പണ്ട് കൊച്ചില് ഞാൻ ടീച്ചറുടെ സൈന് കള്ളപ്പായിട്ട് വേറെ ബുക്കിലൊക്കെ എഴുതിയിട്ടുണ്ട്. മനസ്സിലായി? ഇതിലേതാ കള്ളത്തരം കണ്ടുപിടിക്കും. ഇത് ടീച്ചറുടെ സൈൻ നീ എന്താണ് പറഞ്ഞേ? ഞാൻ ടീച്ചർമാരുടെ കള്ള സൈൻ ഇട്ടിട്ടുണ്ട്. എവിടെ? ബുക്കില്. ഈ ബുക്ക് ചെക്കിംഗ് ചെയ്യുമ്പോ പിന്നെ ഞാൻ എക്സാം ഹാളിൽ കോപ്പി അടിച്ചിട്ടുണ്ട്. ഏത് എക്സാമിനെങ്കിലും? ക്ലാസ് ടെസ്റ്റിനെങ്കിലും? ആനുവൽ എക്സാം. പിന്നെ ഞാൻ പണ്ട് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ സാധനങ്ങൾ അടിച്ചു മാറ്റാറുണ്ട്. പേന, പെൻസില്. എഴുതിയോ? സി ആണോ? ഞാൻ എ എഴുതി. കറക്റ്റ് ആൻസർ. അടിച്ചു മാറ്റിയിട്ടില്ലെന്ന് തോന്നുന്നു. അടിച്ചു മാറ്റിയാൽ എന്തായാലും നമ്മൾ അറിയുള്ളൂ. അപ്പൊ എനിക്കാ പോയിന്റ്. ടീച്ചറുടെ കളറൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ കണ്ടായിരുന്നില്ല ഇവിടെ കോപ്പി അടിക്കും കളർ സൈൻ ഇടുന്നു. പെരുത്ത കള്ളിയാ ഇവിടെ. ഇനി അടുത്ത ഞാൻ ലക്കിയുടെ കണ്ടുപിടിക്കാൻ ഇച്ചിരി ടഫാ. എന്റെ കൂട്ടുകാരി എന്റെ പെൻസിൽ ബോക്സ് താഴെയിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഒന്ന്. നീ പൊട്ടിച്ചിരുന്നോ അവള് പൊട്ടിച്ചെന്നോ? കൂട്ടുകാരി നിന്റെ. സ്കൂളിൽ ഞാൻ ലിപ്സ്റ്റിക്ക് കൊണ്ടുപോയിട്ടില്ല. ഞാൻ അടുത്തത് 3. ഞാൻ നെയിൽ പോളിഷ് താഴെയിട്ട് അത് ഫ്ലോറിൽ ഫുള്ള് സ്പ്രെഡായി. ഒന്ന് പറയട്ടെ? കൊണ്ടുപോയിട്ടില്ല. ഒന്നുകൂടെ പറയട്ടെ? എന്റെ കൂട്ടുകാരി എന്റെ പെൻസിൽ ബോക്സ് താഴെയിട്ട് പൊട്ടിച്ചു. എന്റെ സ്കൂളിൽ ഞാൻ ലിപ്സ്റ്റിക്ക് കൊണ്ടുപോയിട്ടില്ല. 3. ഞാൻ നെയിൽ പോളിഷ് താഴെയിട്ട് അത് ഫ്ലോറിൽ ഫുള്ള് സ്പ്രെഡ് ആയിട്ടുണ്ട്. ഇത് കള്ള വേണം. എഴുതിയോ? ഞാൻ ബി. എ ആയിരുന്നു. എന്റെ പെൻസിൽ ബോക്സ് പൊട്ടിച്ചിട്ടില്ലേ? വെള്ളയല്ല, നല്ല ക്വസ്റ്റ്യൻ. എനിക്ക് മനസ്സിലാവും. ഞാൻ ലിപ്സ്റ്റിക്ക് സ്കൂളിൽ കൊണ്ടുപോയിട്ടേ ഇല്ല. എന്റെ റൂമിലാണ് എന്റെ നെയിൽ പോളിഷ് താഴെ വീണത് ഫുള്ള്. അതെനിക്കറിയാം. എനിക്ക് എന്തോ പറഞ്ഞെന്തോ ഓർമ്മയുണ്ട്. ഇനി അടുത്തത് ഞാനല്ലേ? എനിക്ക് ഇതുമായിട്ടൊരു മാർക്കില്ല. ഇല്ലേ? ലക്കിക്കാണോ മാർക്ക് കൂടുതൽ? ഇനി അടുത്ത ശ്രദ്ധിച്ച് കേൾക്കണേ. ഞാൻ ബാത്റൂമിൽ വീണിട്ടുണ്ട്. എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. ഞാനും ആശിഷും കൂടെ ഒരു കടയിൽ നിന്ന് ലേസ് മോഷ്ടിച്ചിട്ടുണ്ട്. ഇത് 3. ഞാൻ ബാത്റൂമിൽ വീണിട്ടുണ്ട്. 2ാമത്തത് എനിക്ക് ബെസ്റ്റ് ഫ്രണ്ടും ഉണ്ട്. ഏറ്റവും അവസാനത്തെ ഞാനും ആശിഷും കൂടെ ഒരു കടയിൽ നിന്ന് ലേസ് അടിച്ചു മാറ്റിയിട്ടുണ്ട്. എഴുതിയോ? എഴുതി. എന്താ ബി? എന്തുവാ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. നീ എന്താ എഴുതി? ഇന്നലെ കൂടെ പറഞ്ഞു എനിക്ക് ആരും ബെസ്റ്റ് ഫ്രണ്ട് പറഞ്ഞോ? അമ്മയുടെ അടുത്ത് എന്നോടും പറഞ്ഞു. എനിക്ക് ഇത് മാറ്റാൻ എനിക്ക് മാർക്കില്ല. ഈ പിള്ളേർക്ക് മാർക്കിട്ട്. അങ്ങനെ അനുവിന് ആദ്യമായിട്ടൊരു മാർക്ക്. ഇതെന്തിനാ കിട്ടി? ഒന്നെന്തിനു ചുമ്മാ കിട്ടത്? മറ്റേതിന്റെ ഇപ്പൊ പറഞ്ഞിട്ടാണോ? ഞാൻ എനിക്ക് വാഗമൺ പ്ലേസ് ഒട്ടും ഇഷ്ടമല്ല.
കള്ളത്തരം കാണിച്ച് സ്കൂളിൽ നിന്ന് വീട്ടിലോട്ട് പോയിട്ടുണ്ട് ഞാൻ. ആനുവൽ എക്സാമിന് പൊട്ടിയിട്ടുണ്ട്. അതേതാ കള്ളത്തരം? ആനുവൽ എക്സാം ഏറ്റവും അവസാനം എക്സാം. ഞാൻ സി. കറക്റ്റ് ആൻസർ. ഇതുവരെ പൊട്ടിയിട്ടില്ല. ആനുവൽ എക്സാമിന് പൊട്ടിക്കത്തില്ലല്ലോ, കാരണം ഇവര് സ്റ്റേറ്റ് സിലബസ് അല്ലേ, അപ്പൊ ജയിപ്പിച്ചു വിടും. ബുദ്ധിയുണ്ട്. ബുദ്ധിയുണ്ട്. എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പെൻസിൽ പൗച്ചില് പെൻ വെച്ച് വരച്ചിട്ടുണ്ട് ഞാൻ. എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് നിന്റെ ക്ലാസ്സിലല്ലോ. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അവളുടെ അവളുടെ പെൻസിൽ പൗച്ചില് പെന്ന് വെച്ച് വരച്ചിട്ടുണ്ട്. എന്റെ കൂട്ടുകാരി അമ്മയുടെ ഫോൺ താഴെ ഇട്ടിട്ടുണ്ട്. എന്റെ ഫ്രണ്ടിന്റെ പെൻ ലീക്കായി അത് എന്റെ റഫ് ബുക്കിൽ ഫുള്ള് ഇങ്കായി. ഏതാ? സി. ഇനി അവൾ ആലോചിച്ചാടി അത് വായിച്ചു. നമുക്ക് വായിച്ചപ്പോ പോലെ അത് വായിക്കാൻ പോലും പറ്റുന്നില്ല എന്റെ ഫേസ്ബുക്കിൽ എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ എനിക്കാണ് കേസ് പോയി. ഞാൻ പറയട്ടെ, അമ്മയുടെ ഫോൺ താഴെന്നറിയോ? ഷാരോ. അപ്പൊ ഇനി അടുത്തത് ഞാനാണോ പറയണ്ടേ? എനിക്ക് ഒറ്റ മാർക്കേ ഉള്ളൂ. ഇനി അടുത്തത് ഞാനാണ്. ശരിയാണ്. ഇനി ഞാൻ പറയാൻ പോവാണേ. 8ാം ക്ലാസ്സിൽ എനിക്ക് ഓണം എക്സാമിന് ഓണപരീക്ഷയ്ക്ക് എനിക്ക് മാത്സിന് ഞാനായിരുന്നു ക്ലാസ്സിലെ ടോപ്പ്. ഒരു എക്സാം, അതായത് ഓണം എക്സാമിന് ഞാനായിരുന്നു ക്ലാസ്സിലെ ടോപ്പ്. ഫുള്ള് മാർക്ക്. ഫുള്ള് മാർക്കാണോ അതോ ഫുള്ള് മാർക്ക്. പിന്നെ ഏത് ക്ലാസ്സിലെയാണോ ഒന്നും പറയത്തില്ല, ഒരു ക്രിസ്മസ് എക്സാമിന് ഞാൻ തോറ്റിട്ടുണ്ട്. പിന്നെ മാത്സ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചർ എന്റെ തലയ്ക്ക് അടിച്ചിട്ടുണ്ട്. ഓപ്ഷൻ എ. സി. രണ്ടുപേരും പറഞ്ഞത് തെറ്റാ. ബി ആണ് ആൻസർ. ബി ആൻസർ. എന്ത്? ക്രിസ്മസ് എക്സാമിന് ഞാൻ പൊട്ടിയിട്ടുണ്ട്. അപ്പൊ ടീച്ചർ തലക്കടിച്ചിട്ടുണ്ടോ? ടീച്ചർ തലക്കടി. അവരുടെ സിസ്റ്റർ ഉണ്ടായിരുന്നു, ജാൻ സിസ്റ്റർ എന്ന് പറഞ്ഞ പുള്ളിക്കാരി എന്നെ അവിടെ തടിക്കടി നമ്മള് ബോർഡിലൊക്കെ വെച്ച് പഠിപ്പിക്കത്തില്ലേ, ആ പൊട്രാക്ഷൻ കൊണ്ട് എന്റെ തലക്കടിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് 8ാം ക്ലാസ്സിൽ എനിക്കായിരുന്നു ക്ലാസ്സിലെ മാത്സിന്റെ ടോപ്പ് മാർക്ക്. അതും എനിക്ക് ഓർമ്മയുണ്ട്. ഇത് ഒരു എക്സാമിന് ഞാൻ സ്കൂളിലെ ഒരു എക്സാമിന് ഞാൻ തോറ്റിട്ടില്ല. അതായത് പിന്നെ ക്രിസ്മസ് എക്സാം, ഓണം എക്സാം അങ്ങനെ ഞാൻ തോറ്റിട്ടില്ല. ഓക്കെ. ഞാൻ ഒറ്റയ്ക്ക് സ്റ്റേജിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ഇത് ഷെയ്ക്കാവുന്നുണ്ട് ക്യാമറ, അത് കുലുങ്ങുന്നുണ്ട്. ഞാൻ സ്റ്റേജിൽ തല കറങ്ങി വീണിട്ടുണ്ട്. ഞാൻ തൃശ്ശൂര് പോയിട്ടുണ്ട്. ഓപ്ഷൻ എ, ഞാൻ ഒറ്റയ്ക്ക് സ്റ്റേജിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ഓപ്ഷൻ ബി, ഞാൻ സ്റ്റേജിൽ തല കറങ്ങി വീണിട്ടുണ്ട്. ഓപ്ഷൻ സി, ഞാൻ തൃശ്ശൂർ പോയിട്ടുണ്ട്. ഇതേതാ കള്ളത്തരം? തൃശ്ശൂർ എന്തായാലും പോയിട്ടുണ്ടായിരിക്കും. ഞാൻ പറയട്ടെ, ബി ആണ്. ഒന്നുകൂടെ പറഞ്ഞ എന്റെ മുഖത്ത് നേരെ നോക്കി, ക്യാമറ നോക്കി. ഞാൻ ഒറ്റയ്ക്ക് സ്റ്റേജിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ സ്റ്റേജിൽ തല കറങ്ങി വീണിട്ടുണ്ട്. ഞാൻ തൃശ്ശൂര് പോയിട്ടുണ്ട്. ഡി. പ്രസംഗിച്ചിട്ടില്ല മോളായിട്ടൊക്കെ സ്റ്റേജില്. ഞാൻ തലറിഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ രണ്ടും അയ്യോ സോറി, ഞാൻ തലറിഞ്ഞിട്ടുണ്ട്. സോറി തലറിഞ്ഞിട്ടുണ്ട്. ഇവൾ പറയുന്നത് എന്തോ തലറിഞ്ഞിട്ടുണ്ടോ ഒരു ദിവസം മോണാക്കിന്റെ ഞാൻ തലറിഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാം. എന്റെ കൂട്ടുകാരിക്ക് യൂട്യൂബ് ചാനൽ പറയട്ടെ. ഞാൻ ഫെൻസിങ് പ്രാക്ടീസിന് പോകുന്നത്. എന്റെ കൂട്ടുകാരിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട്. ഞാൻ ഫെൻസിങ് പ്രാക്ടീസിന് പോകുന്നത് നിർത്തി. ഞാനൊരു കിൻഡർ ജോയ് വാങ്ങിയപ്പോൾ അതിൽ നിന്നും ടോപ്പായ ഒരു ഗോൾഡൻ ടോയ് കിട്ടി. ഒന്നുകൂടെ പറഞ്ഞേ. ടോപ്പ് ഗോൾഡൻ എന്ന് പറയുമ്പോൾ ശരിക്കും ഗോൾഡോ? അല്ല, ഗോൾഡൻ കളർ. ഒന്ന് നാം തൊട്ട് പറഞ്ഞു.
എന്റെ കൂട്ടുകാരിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട്. ഞാൻ ഫെൻസിങ് പ്രാക്ടീസിന് പോകുന്നത് നിർത്തി. ഞാനൊരു കിൻഡർ ജോയ് വാങ്ങിയപ്പോൾ അതിൽ നിന്നും ഒരു ഗോൾഡൻ കളർ ടോയ് കിട്ടി. കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യനുണ്ട്. ഒരെണ്ണം എന്തായാലും സത്യവാ, അതെനിക്ക് അറിയാം. രണ്ടെണ്ണം സത്യം, ഒരെണ്ണം കള്ളം. അതല്ല, ഒരെണ്ണം എനിക്ക് മനസ്സിലായി. ഇതിനകത്ത് ഉള്ളത് ഏതിക്കോ ഒന്നുകൂടെ ഒറ്റ മാർക്ക് ഒന്നുകൂടെ പറയണോ? വേണ്ട, ഒന്നുകൂടെ പറഞ്ഞേക്കെന്നാലും. എന്റെ കൂട്ടുകാരിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട്. ഞാൻ ഫെൻസിങ് പ്രാക്ടീസിന് പോകുന്നത് നിർത്തി. ഈ കൂട്ടുകാരി വച്ചേച്ച് പെടുവോ? ഞാനൊരു കിൻഡർ ജോയ് വാങ്ങിയപ്പോൾ അതിൽ നിന്നും ടോപ്പായ ഒരു ഗോൾഡൻ ടോയ് കിട്ടി. ഏതാ? ഓപ്ഷൻ ബി. ഓപ്ഷൻ എ. ബി. അടുത്ത വർഷം ഞാൻ അടുത്ത വർഷം പോകുന്നുണ്ട്. എനിക്ക് ഇപ്പൊ നിർത്തിയെന്നല്ലേ ഉദ്ദേശിച്ചത്? അല്ല, രണ്ട് ബുക്ക് കൊണ്ടുവന്നു. അത് ഞാൻ നോക്കിക്കൊണ്ട് വന്നു. എന്റെ മാർക്ക് പോയി guys. ഞാൻ ആദ്യം എഴുതുന്നുണ്ടോ, എനിക്ക് അപ്പൊ രണ്ടാം ക്വസ്റ്റ്യൻ എന്റെ കൂട്ടുകാർക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട്. എനിക്ക് അറിയത്തില്ലായിരുന്നല്ലോ കൂട്ടുകാരിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന്. അതെനിക്ക് അറിയത്തില്ല, സിദ്ധീസ് വേൾഡ്. അറിയത്തില്ലായിരുന്നു കേട്ടോ എനിക്ക്. എന്റെ ഇനി അടുത്ത് ഞാനല്ലേ? എന്റെ ലാസ്റ്റ് ഞാനൊരു 3-4 അംഗനവാടി പോയിട്ടുണ്ട്. പിന്നെ കണ്ണിപ്പപ്പയുടെ പോക്കറ്റിൽ നിന്ന് ഞാൻ പൈസ അടിച്ചു മാറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ കരയാൻ കണ്ണി വിക്സ് തേച്ചിട്ടുണ്ട്. ഒന്നുകൂടെ പറയണോ? ഒന്നുകൂടെ പറഞ്ഞേ. ഞാൻ ഒരു 3-4 അംഗനവാടിയിൽ പോയിട്ടുണ്ട്. ഓർക്കണം, 3-4 അംഗനവാടിയിൽ ഞാൻ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ പൈസ അടിച്ചു മാറ്റിയിട്ടുണ്ട് കണ്ണിപ്പപ്പയുടെ പോക്കറ്റിൽ നിന്ന്. പിന്നെ ഞാൻ കരയാൻ കണ്ണി വിക്സ് തേച്ചിട്ടുണ്ട്. കള്ളത്തര ഇതിനകത്ത് കള്ളത്തരം ഏതാണ്? സി അല്ല, ബി. ബി ആണ് കള്ളത്തരം. ഞാൻ പപ്പയുടെ പോക്കറ്റിൽ നിന്ന് ഇതുവരെ പൈസ അടിച്ചു മാറ്റിട്ടില്ല. എനിക്ക് പേടിയായി. സത്യസന്ധത. സത്യസന്ധതയല്ല, ഞാൻ അടിച്ചു മാറ്റിട്ടില്ലായിരുന്നു. അപ്പൊ നമ്മുടെ ചലഞ്ച് അവസാനിച്ചിരിക്കുന്നു. ഇതിന് പോയിന്റ് പറയാം. എനിക്ക് 2 പോയിന്റ്. ഇതിനകത്ത് പോയിന്റ് കൂടുതല് അനുവിനാണ്. അനുവിന് 2 മാർക്ക്. അനുവിന് 2 മാർക്ക്. ലക്കുമ്മയ്ക്ക് 5 മാർക്ക്. എനിക്ക് 7 മാർക്ക്. ഞാനാണ് വിന്നർ. ഇതാണ് നമ്മുടെ ചലഞ്ച്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നെക്സ്റ്റ് എന്ത് ചലഞ്ചാണ് നിങ്ങൾക്ക് കാണേണ്ടതെന്നുള്ളത് നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യണം. ബൈ ഗൈസ്.